തആല നമ്മെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ പ്രതിനിധികളായിട്ടാണ്. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ എന്നാണ് മലക്കുകളോട് അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മുമ്പായി പറഞ്ഞത്. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നു എന്നാണ്. ഈ പ്രാതിനിധ്യം പൂർണാർത്ഥത്തിൽ നടപ്പാക്കിയവരാണ് അംബിയാ മുർസലീങ്ങൾ. അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായും കൊണ്ടുവന്നു. വാജിബാക്കിയതെല്ലാം പ്രവർത്തിച്ചു. ഹറാമുകൾ മുഴുവൻ ഉപേക്ഷിച്ചു. കറാഹത്ത് പോലും ഉപേക്ഷിച്ചു. ഹറാമ് വന്നു പോകും എന്ന് പേടിച്ചുകൊണ്ട് ഹലാലുകളും ഉപേക്ഷിച്ചു. സുന്നത്തുകൾ പരമാവധി എല്ലാം ചെയ്തു. ഔലിയാക്കളാവുന്നത് എങ്ങനെ, വലിയാവുന്നത് എങ്ങനെയാണ്? ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിൻ്റെ വിലായത്ത് കിട്ടുന്നത് തഖ്വ എന്ന് പറഞ്ഞ റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ, വാജിബാത്തുകൾ പൂർണ്ണമായും അനുസരിച്ചു, സുന്നത്തുകളും പരമാവധി അനുഷ്ഠിച്ചു, ഹറാമുകൾ സമ്പൂർണമായും ഉപേക്ഷിച്ചു, കറാഹത്തുകളും ഉപേക്ഷിച്ചു. അങ്ങനെ ജീവിച്ച ആളുകളെ അല്ലാഹു തആല ഉയർത്തുന്നു. മസാല അബ്ദി ബിൻ നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല. മനുഷ്യൻ വാജിബായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. അത് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് മാത്രമല്ല, ഔറത്ത് മറക്കേണ്ടത് പുരുഷന്മാർ മറക്കേണ്ടത് അവർ മറക്കണം, സ്ത്രീകൾ മറക്കേണ്ടത് അവർ മറക്കണം. സ്ത്രീകൾക്ക് എന്താ ഔറത്ത്? നമുക്കെല്ലാവർക്കും അറിയുന്നതേ ഉള്ളൂ. നിസ്കാരത്തിൽ മുഖവും മുങ്കയും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും, നിസ്കാരത്തിൻ്റെ പുറത്ത് ശരീരം മുഴുക്കയും, മുഖവും മുങ്കയും ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഔറത്താണ്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സർവ്വ ആലിമീങ്ങളും പറഞ്ഞതാണ്. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദി ഉൾപ്പെടെ പറഞ്ഞത് മുഴുക്കയും ഔറത്താണ്. നമ്മൾ ഇതുവരെ കേട്ടതും പഠിച്ചതും അങ്ങനെയാണ്. കഴിഞ്ഞ കാലത്തുള്ള ആലിമീങ്ങൾ മുഴുവനും പറഞ്ഞത് അങ്ങനെയാണ്. കിതാബുകളെല്ലാം കാണാനുള്ളതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അപ്പുറം ചെയ്യുന്നതോ ഹറാമാണ്. ഹറാമോ അത് മാത്ര ഹറാമോ അല്ല. ഇനി പുരുഷന്മാര് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം അന്യ ആളുകൾ കാണുന്ന രൂപത്തിൽ നടക്കലോ അതും ഹറാമ് തന്നെയാണ്. അത്തരം ആളുകളെ ഇമാമത്ത് നിർത്താൻ പറ്റുമോ? പറ്റൂല, ഫാസിഖാണ്. ഇമാമത്തിന് അവര് പറ്റൂല. ഹറാമ് സ്ഥിരമായി ചെയ്യുന്നവർ, ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്നവർ, അവരെ തുറന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി ഉണ്ടാവില്ല. അതാരായാലും, ഇനിയിപ്പോൾ എന്നെ പോലത്തെ തലയെക്കെട്ട് നടക്കുന്ന ആളുകളാണെങ്കിലോ, സ്ഥിരമായി ഹറാമ് ചെയ്യുന്നവരാണോ, ചെറുദോഷം ചെയ്യുന്നവരാണോ, വൻദോഷം ചെയ്യുന്നവരാണോ, തൗബ ചെയ്തിട്ടില്ലേ, ഫാസിഖാണ്, തുറന്ന ജമാഅത്തിന്റെ ഉരുട്ടില്ല. ഗീബത്ത് കളക്കുന്നതിൽ പ്രത്യേകിച്ച് വിലക്കുകളൊന്നും കാണാത്ത ഒരാളാണ്, ഒരു ഉസ്താദാണ്. പക്ഷെ സംഗതി അതെന്തേ റബ്ബ് തആല എങ്ങനെ കുറെ വിലക്കുകൾ വെച്ചത്? എല്ലാം വിലക്കുകൾ അതെ ദുനിയാവിൽ. അദ്ദുനിയാ സിജുൽ മുഅ്മിൻ, ഈ ലോകം വിശ്വാസിയുടെ ജയിലറയാണ്. ജന്നത്തുൽ കാഫിരി, അവിശ്വാസിയുടെ മണിയറയുമാണ്. അപ്പൊ കുറെ വിലക്കുകളുണ്ട്. എന്തിനെ പഠിച്ചോന് ഈ വിലക്കുകളൊക്കെ സൃഷ്ടിച്ച് നമ്മൾ എന്തിനാ ഇടങ്ങാറാക്കുന്നത്? അല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്, നമ്മുടെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് അല്ലാഹു ഇതൊക്കെ പറഞ്ഞത്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾ ജാഥയിൽ പോകുന്നതും മറ്റു കാര്യങ്ങളും കാണുന്നിടത്തൊക്കെ സ്ത്രീകളുടെ ഫോട്ടോ വെക്കുന്നതും. അപ്പൊ ഇന്നലെ നമ്മളെ അസീസ് ബാക്കവി പറഞ്ഞില്ലേ, നമ്മളെ അരൂര് അഹമ്മദ് ബാക്കവിയുടെ അനുജൻ സലാം പൊട്ടും അവിടെയും പെണ്ണുങ്ങളെ പൊട്ടണം, ഇങ്ങോട്ടും ഒക്കെ അവിടെയും പോട്ടോ, അവിടെയും പോട്ടോ, ഇവിടെയും പോട്ടോ. മനുഷ്യ മനസ്സ് മലീമസമാക്കുകയാണ്. അപ്പൊ അതിലെന്തുണ്ട്? തെറ്റുകൾ കുറേയേറെയുണ്ട്. എൻ്റെ കാരണത്താൽ ഒരാളൊരു ഹറാം പ്രവർത്തിക്കാനിടയായാൽ അതിൻ്റെ കുറ്റം ഞാൻ പേറേണ്ടി വരും. റബ്ബ് അന്നേരം റെക്കോർഡായി കഴിഞ്ഞു. എല്ലാം അള്ളാഹുവിൻ്റെ CCTV പിടിക്കുന്നു, ക്യാമറയിൽ പിടിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ അറിയിച്ചിട്ടില്ലേ, സയഅതി അലന്നാസി സമാനുൻ,
എൻ്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ട്, അന്ന് ഈ മുസ്ലിമായിട്ട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ കൈവെള്ളയിൽ തീക്കട്ട വെച്ചവനെ പോലെയാകുന്നു എന്ന്. പ്രയാസം അനുഭവിക്കേണ്ടി വരും, വിഷമുണ്ടാവും, പരിഹസിക്കും, മറ്റുള്ളവർ അപമാനിക്കും, സോഷ്യൽ മീഡിയയിലെ ട്രോളും മറ്റു പലതും കേൾക്കേണ്ടി വരും. അങ്ങനെ കേൾക്കേണ്ടി വന്നാലോ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ദീനിന്റെ മാർഗത്തിൽ അല്ലാഹു തആല പൊരുത്തപ്പെട്ടൊരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഇതെങ്കിലും സഹിക്കാൻ എനിക്കായല്ലോ. പൂർവികരോ ഈ ദീന്റെ നിലനിൽപ്പിന് വേണ്ടി, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അവരെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിരുന്നു. ഒരു സഹാബി വെട്ടേറ്റ് ഷഹീദായി യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ സഹാബത്ത് ചെന്ന് നോക്കിയില്ലേ, എത്ര മുറിവുകൾ ഉണ്ടായിരുന്നു? 80-ൽ പരം മുറിവുകൾ ഉണ്ടായിരുന്നു. വാളുകൊണ്ടുള്ള വെട്ടുണ്ട്, കുന്തം കൊണ്ട് കുത്തിയതുണ്ട്, ചെവി മുറിച്ചിട്ടുണ്ട്, കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ട്, എന്തെല്ലാം അവരൊക്കെ സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സത്യം പറഞ്ഞതിന്റെ പേരിൽ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയില്ലേ, മുഹമ്മദിന് വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, സംസാരിച്ചു പോകരുത്, എന്തെല്ലാം വിലക്കുകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ സ്വർഗത്തിന്റെ കവാടം അംബിയാ മുർസലിങ്ങൾ ഉൾപ്പെടെ ജനകോടികൾക്ക് തുറന്നു കൊടുക്കുന്ന ആൾ ദുനിയാവിൽ അനുഭവിച്ച പ്രയാസങ്ങളാണ്. അങ്ങനെ മക്കയിൽ വളരെ പ്രയാസം, ചരിത്രത്തിന് തുല്യതയില്ലാത്ത രൂപത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിൽപ്പെട്ട അമ്മാവന്മാരായ ആളുകളുള്ള തായിഫിലേക്ക് പോയില്ലേ. അവിടെയോ അവിടുന്ന് ഏറി കിട്ടിയില്ലേ, കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് ഏറി കിട്ടി, ശരീരത്തിലൂടെ രക്തം ധാരധാരായി ഒഴുകി, സഹിച്ചില്ലേ. അപ്പൊ അതിന്റെ കോടിയൊരു അംശമെങ്കിലും ആരെങ്കിലും പരിഹസിച്ചതിന്റെ പേരിൽ സത്യം പറഞ്ഞ് കല്യാണ വീട്ടിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേ വഴിയിലൂടെ കയറി വരുന്നു. മുമ്പ് നമുക്ക് എങ്ങനെയായിരുന്നു? നമ്മൾ എങ്ങനെയാണോ പഠിച്ചത്? നമ്മളെ ഉപ്പാപ്പന്മാരും ഉമ്മാമാവൻ ഇതാണോ നമുക്ക് കാണിച്ചു തന്നത്? അപ്പൊ സ്ത്രീകൾക്ക് അവിടെ ഒരു ബോർഡ് വെച്ച്, അപ്പൊ ഒരാൾ അവിടെ എത്ര പേര് ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടും? ഹറാമ് തന്നെയല്ലേ? ആരെങ്കിലും എവിടെയെങ്കിലും വിട്ടുവീഴ്ച പറഞ്ഞിട്ടുണ്ടോ ഇക്കാര്യങ്ങൾക്ക്? എന്തിന്റെ പേരിലാണ്? മഹലിന്റെ നേതൃത്വമാണെങ്കിലും, പള്ളിയുടെ ഖാദിമാരാണെങ്കിലും, മറ്റു ഉസ്താദുമാരാണെങ്കിലും, ദർസുൽ മുദരിസാണെങ്കിലും, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രൂപത്തിൽ അവർ ജീവിച്ചിട്ടില്ലെങ്കിൽ ദീൻ എന്താകുന്നു? സമൂഹം എവിടെയെത്തും? ഇതിനെതിരെ ഒരാൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. പറഞ്ഞതല്ലേ, നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിച്ചു കൊള്ളുക. അതിനാരാണ് വലിയ ആലിമ പണ്ഡിതനാവണോ? വേണ്ട. ഹറാമാണെന്ന് അറിയുന്ന ഒരാൾ, ഒരു അബ്ദുൽ ഗഫൂറാണ്, കുഞ്ഞമ്മദാണ്, അദ്ദേഹം മത്സ്യത്തൊഴിലാളിയാണ്. പക്ഷേ ഈ ഹറാമ് കാണുന്ന അവസരത്തിൽ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അതിനെതിരെ ആവശ്യമായ രൂപത്തിൽ തന്ത്രപൂർവമാവണേ, ആരെയും ചൊടിപ്പിക്കുന്ന രൂപത്തിലാവണ്ട. ഈ ചൊടിച്ചാൽ പ്രയാസവുമില്ല, പക്ഷേ ഹിക്മത്തോടു കൂടിയാവണം. അവരെ കൂടി നന്മയിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന രൂപത്തിലാവണം നമ്മൾ പറയുന്നത്. എങ്ങനെങ്കിലും വെട്ടി തുറന്ന് പറയുക എന്നൊന്നും അല്ല. അപ്പൊ തന്ത്രപൂർവം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കുക. കാരണം ആരും ഞാൻ നശിക്കണമെന്ന് പറഞ്ഞ് കരുതിക്കൊണ്ട് തെറ്റുകൾ ചെയ്യില്ല. ഞാൻ ഏതായാലും നരകത്തിലേക്കാണ് കരുതിയിട്ട് തെറ്റ് ചെയ്യൂല. അറിയാതെ വന്നു പോകുന്നതാണ്, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതാണ്, വിവരക്കേടാണ്. അതിനെക്കുറിച്ചുള്ള ഇൽമില്ല, ബോധപൂർവമായ ഇൽമില്ല. അപ്പൊ ഈ ശ്രദ്ധയിൽപ്പെടുന്ന ആള് തന്ത്രപൂർവം അദ്ദേഹത്തിന് ഉണർത്താം, അല്ലെ മറ്റൊരാളെ കൊണ്ട് ഉണർത്തി കൊടുക്കാം. എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ആ നിലക്കൊക്കെ ശ്രമിക്കുക. ഇങ്ങനെ ശ്രമിക്കുന്നില്ലെങ്കിൽ
അല്ലാഹു തആല വലിയ അദാബ് ഇറക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഹറാമുകളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മഹല്ല് കമ്മിറ്റികളും പണ്ഡിതന്മാരും സാലിഹീങ്ങളാലും കാരണവന്മാരും എല്ലാവരും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ റബ്ബിനോട് അല്ലാഹു തആല ചെയ്യുമ്പോൾ ഒരു വലിയ അദാബിറക്കും, ഇഖാബിറക്കും, ശിക്ഷയിറക്കും. എന്താ ശിക്ഷ? പടച്ചവനോട് ചോദിച്ചാൽ ഉത്തരം ചെയ്യൂല, റബ്ബിനോട് ചോദിച്ചാൽ ഉത്തരം ചെയ്യൂല. അത് ബാബരി മസ്ജിദ് ആണെങ്കിലും ക്യാൻസർ രോഗമാണെങ്കിലും അതിന് 10,000 കോടി നേർച്ചയാക്കിയാലും 100 പള്ളികൾ ഉണ്ടാക്കിയാലും ലക്ഷക്കണക്കിൽ യതീമക്കളെ കെട്ടിച്ചയച്ചാലും ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നില്ലേ, റബ്ബ് നിങ്ങളുടെ ദുആ സ്വീകരിക്കൂല. റബ്ബ് നിങ്ങളെ ദുആ സ്വീകരിക്കൂല, നിങ്ങളെ കേൾക്കൂല. അങ്ങനത്തെ ഒരു വലിയ കൊടും വിപത്ത് വന്നിറങ്ങും. അപ്പൊ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. മഹല്ല് ജമാഅത്ത് വഅദ് സംഘടിപ്പിക്കുന്നത്, പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്, ദർസും മദ്രസയും കോളേജും ദർസും മറ്റും കാര്യങ്ങളും നടത്തുന്നത് എല്ലാം ഈ നന്മ വളർത്തിയെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞൊരു ദിവസം ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ ഞാൻ പോയിരുന്നു. അല്ലാഹ്, ശ്വാസവായു കിട്ടാതെ പ്രയാസപ്പെടുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബർസഖിലെ ജീവിതം സന്തോഷമാക്കുമാറാവട്ടെ. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ വാർഡിൽ നമ്മൾ കയറി ഇറങ്ങി നോക്കൂ, വൃദ്ധസദനങ്ങളിൽ കയറി ഇറങ്ങി നോക്കൂ, കുഷ്ഠരോഗ ഹോസ്പിറ്റലിലും മെന്റൽ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന നല്ലതാകുന്നു. റബ്ബ് തആല നമുക്ക് ചെയ്തു തന്നതായ നിഅമത്തുകൾ എത്രയാണ്. ഫോൺ കോളുകൾ. ഇതാ ഉമ്മാക്ക് ക്രിയാറ്റിൻ കൂടുതലാകുന്നു, ഡയാലിസിസ് വേണ്ടി വരുമെന്ന് പറയുന്നു, ദുആ ചെയ്യണം. വയറ്റിൽ മുഴയുണ്ട്, ഗർഭാശയം നീക്കണമെന്ന് പറയുന്നു, ദുആ ചെയ്യണം. തലയിൽ ഒരു മുഴയുണ്ട്, ട്യൂമറാണ്, 4th സ്റ്റേജിലാണ്, ദുആ ചെയ്യണം. റബ്ബേ, എത്രയാ കേൾക്കുന്നു. നഊദു ബില്ലാഹ്. റബ്ബ് തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. നമ്മൾ ചിന്തിക്കണം, നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഇപ്പൊ നല്ല ചെറുപ്പമാണ്, ചോരത്തിളപ്പുള്ള കാലമാണ്. സഹോദരിമാർക്ക് 25-30 വയസ്സേ ആയിട്ടുള്ളൂ. എന്തും ചെയ്യാം, ആരെയും പരിഹസിക്കാം, റോഡിൽ വാഹനത്തിൽ കയറി കൊള്ളാം. കല്യാണ ദിവസങ്ങളിൽ അന്യ കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ അന്യരായ ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും തെണ്ടിത്തരയാം. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ അടുത്ത പ്രദേശത്ത് കുറച്ച് ദൂരെയാണ്, ഒരു കല്യാണത്തിന് പോയി. മുറ്റത്താണ്, അവിടെയും 2 പെൺകുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയാകുന്നു. എന്തെല്ലാം പേക്കൂത്തുകൾ. നഊദു ബില്ലാഹ്. ഓരോരുത്തരും നഫ്സി നഫ്സി, സ്വന്തം നഫ്സിനെ കാത്തുകൊള്ളുക. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളൂ. അല്ലാഹുവിന്റെ അതിശക്തമായ ഭാഷയിലുള്ള താക്കീതാകുന്നു. നമ്മൾ ഓർമ്മിക്കണം, നേരത്തെ പറഞ്ഞതായി ഈ രോഗങ്ങളും മറ്റു കാര്യങ്ങളും റബ്ബ് തആല എപ്പോഴാണ് അദാബിറക്കുക എന്നറിയില്ല. ഇപ്പൊ അന്വേഷിച്ചു നോക്കൂ, ഓരോ മഹല്ലത്തിലും എത്ര ക്യാൻസർ രോഗികളുണ്ട്, ഓരോ പ്രദേശത്തും എത്ര ഡയാലിസിസ് രോഗികൾ, വൃക്ക രോഗികളുണ്ട്, സ്ട്രോക്ക് എത്രയാണ്, എന്തെല്ലാം അസുഖങ്ങൾ, പ്രയാസങ്ങൾ. സർവോപരി മക്കളുടെ കാര്യത്തിൽ കണ്ണീരുമായി കഴിയുന്ന എത്ര പേരുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും നാടുകളിൽ. മകന് 32 വയസ്സായി, 35 വയസ്സായി, കല്യാണം ആവുന്നില്ല. മകൾക്ക് 25 വയസ്സായി, 26 വയസ്സായി, ജോലിയുണ്ട്, സർക്കാർ ജോലിയുണ്ട്, ഗൾഫിൽ ഹുക്കൂമത്തിൽ ജോലിയുണ്ട്, പക്ഷെ പുതിയാപ്പള സെറ്റ് ആവുന്നില്ല. എന്തെല്ലാം മുസീബത്തുകൾ. ഉള്ള കുട്ടികൾ തന്നെ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. റബ്ബിന്റെ മുസീബത്തുകളാകുന്നു, റബ്ബിന്റെ പരീക്ഷണങ്ങളാകുന്നു.
പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വന്നിറങ്ങുന്ന മുസീബത്തുകൾ നിങ്ങളുടെ പ്രവർത്തന കാരണത്താലാകുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാതെ അല്ലാഹു തആല നിഅമത്തുകൾ എടുത്തു മാറ്റുകയില്ല. ആരോഗ്യം എന്ന നിഅമത്ത്, മനസ്സമാധാനം എന്ന നിഅമത്ത്, സാമ്പത്തിക ശേഷി എന്ന നിഅമത്ത്, ഈമാൻ എന്ന നിഅമത്ത്, എല്ലാ നിഅമത്തുകളും എടുത്തു മാറ്റപ്പെടുക അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നാം തെറ്റി വ്യതിചലിച്ച് ജീവിക്കുന്ന അവസരത്തിലാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് സ്നേഹിതന്മാരെ, സഹോദരിമാരെ, നമുക്ക് മരിക്കണം. നാളെ നമ്മുടെ കണ്ണുകൾ നാമല്ല ചുമ്മുക, മറ്റൊരാൾ വന്നുകൊണ്ട് ചിമ്മിച്ചു തരുന്നൊരവസരമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്റെ താടിയലിലൂടെ ഇതാ ഒരു കെട്ടുകെട്ടുന്നൊരു ദിവസം വരാനുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഏത് പ്രായത്തിലുമാവാം, ഏത് വയസ്സിലാവാം, നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവരുമാവാം, ആർക്കും സംഭവിക്കാം. നമ്മൾ ഉടുത്ത ധരിച്ചതായ വസ്ത്രങ്ങൾ നമ്മളല്ല മറ്റൊരാൾ വന്നുകൊണ്ട് കത്രിക കൊണ്ട് വെട്ടിമാറ്റുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അത് കഴിഞ്ഞ് ഒരു തുണി കൊണ്ട് പുതപ്പിക്കുന്നതും മറ്റുള്ളവർ വന്നുകൊണ്ട് ആ തുണിയൊന്ന് കുന്തിച്ച് ഉയർത്തി നമ്മുടെ മുഖം ദർശിക്കുന്നതും ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അത് കഴിഞ്ഞതാ കുളിപ്പിക്കുവാൻ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് ഇതുവരെ ആരും തൊടാത്ത, ആരും ദർശിക്കാത്ത, ആരുടെ കൈകളും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം ആരൊക്കെയോ കൈകാര്യം ചെയ്യുന്ന ദിവസം വരാനുണ്ട്. ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിൽ കൊത്തിവെച്ചത് കഫാ ബിൽ മൗതി വാഇദാ, നല്ല വഅദായിട്ട് ഏത് മതി? മരണം മതി. മരിക്കുമെന്ന ചിന്തയുണ്ടോ? ഹറാമിലേക്ക് പോകൂല, തെറ്റ് ചെയ്യില്ല, ഹറാമുകൾ ചെയ്യില്ല. കേട്ടില്ലേ? അടുത്തൊരു ദിവസം ഒരു സഹോദരി പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റു. അതേ ദിവസം അതേ പകൽ ഉപ്പവെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. പക്ഷെ സംഭവിച്ചില്ലേ? കുടുംബത്തിൽ വരും, എനിക്കും നിങ്ങൾക്കും വരും. നമ്മളെല്ലാവരും മരിക്കും. ഇന്നക മയ്യിതുൻ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഓ നബിയേ, തങ്ങൾ ഈ ലോകത്തോട് വിട പറയും. ഈ ലോകത്തുള്ള സർവരും വിട പറയും. വരാനുണ്ട്. ഈ ദിവസത്തെ കുറിച്ച് നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മോതിരത്തിൽ കൊത്തിവെച്ചതായ ഈ ഉപദേശം, ഈ വാക്യം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ വഅദ് വേണ്ട, മറ്റൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നന്നാകും. ഓർമ്മയില്ലേ? സക്കറാത്തിൽ മൂത്തിൽ കഴിയുന്ന ആളുകൾ എന്തൊക്കെയാ സദഖ ചെയ്യുന്നത്? പലരും പലതും വസിയ്യത്ത് ചെയ്യുന്നു. എത്രയോ എത്രയോ ഓർമ്മകളുണ്ട്. നീട്ടിവെക്കണ്ട, അതിന്റെ മുമ്പ് തന്നെ ചെയ്തേക്കണം. ഞാൻ ചുരുക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, ഈ രംഗം സഹോദരന്മാരെ, ഓരോരുത്തരും സ്വന്തം നഫ്സിനെ കാത്തുകൊള്ളൂ. ഭർത്താക്കന്മാരെ, ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. കുല്ലു
കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഭാര്യമാർ മക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഉപ്പമാർ മക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മദ്രസയിലെ ഉസ്താദുമാർ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ദർസ് നടത്തുന്ന ഉസ്താദുമാർ അവിടുത്തെ മുതഅല്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മഹല്ല് നേതാക്കൾ ആ മഹല്ലിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടും. സ്കൂളിന്റെ പ്രിൻസിപ്പാൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ റഇയതി. നിങ്ങൾ ഓരോരുത്തരും റാഇമാരാണ്, ഭരണകർത്താക്കളാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാനുൻ ഫയൻദുർ അയ്മന മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻദുർ അശ്അമ മിൻഹു ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ വയൻദുർ അമാമഹു ഫലാ യറാ തിൽഖാ വജ്ഹിഹി ഇല്ലാ അന്നാർ. നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു നൃത്തമുണ്ട്. ഈ നൃത്തത്തിനെ കുറിച്ച് പറഞ്ഞവർ പേടിച്ചവർക്കാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സൂറത്തുർ റഹ്മാൻ നമ്മൾ ഓതാറില്ലേ? ഈ വിചാരണയെ കുറിച്ച് ചിന്തിച്ചു അതിനനുസരിച്ച് ജീവിതത്തിന് ക്രമീകരിച്ച ആളുകൾ അവർക്ക് ഇരട്ട സ്വർഗമുണ്ട്, ഇരട്ട സന്തോഷമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സ്വർഗമുണ്ട്. അപ്പൊ ഈ വിചാരണ നാളിനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും നിൽക്കുന്നു. അപ്പോഴതാ ആരുമില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരനില്ല, സ്നേഹിതനില്ല, സായികളില്ല, ആരുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോഴതാ പ്രതീക്ഷയോടുകൂടി അവന്റെ വലതുവശത്തേക്ക് നോക്കുന്നു. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. പ്രതീക്ഷയോടുകൂടി അവന്റെ വലതുവശത്തേക്ക് നോക്കുന്നു. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ. അവൻ ചെയ്തതായ എന്തെങ്കിലും സൽക്കർമ്മങ്ങളുണ്ടെങ്കിൽ അതല്ലാതെ മറ്റൊന്നും അവിടെ കാണാനില്ല. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണും. ഇങ്ങനെ മുങ്കറായൊരു കാര്യം, ഒരു സഹോദരിയുടെ കാര്യം, കല്യാണ വീട്ടിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച്, കല്യാണ വീടിൽ സ്ത്രീയും പുരുഷനും അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ കലരുന്നതിനെ കുറിച്ച് ഒന്ന് ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെല്ലാം അവന്റെ വലതുവശത്തുണ്ടാകും. നിരാശയോടുകൂടി അവൻ അതാ ഇടതുവശത്തേക്ക് നോക്കുന്നു. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം. അവന്റെ ഇടതുവശത്ത് അവൻ ചെയ്തു കൂട്ടിയതായ ഹറാമുകൾ, തിന്മകളല്ലാതെ മറ്റൊന്നും അവിടെ കാണാനില്ല. വയൻദുർ അമാമഹു. അവൻ കൺമുമ്പിലേക്ക് നോക്കുന്നു. ഫലാ യറാ തിൽഖാ വജ്ഹിഹി ഇല്ലാ അന്നാർ. കത്തിയെരിയുന്ന നരകാഗ്നിയല്ലാതെ മറ്റൊന്നും അവന്റെ കൺമുമ്പിൽ കാണാനുണ്ടാവുകയില്ല. അതുകൊണ്ട് ഫത്തഖൂ, നിങ്ങൾ സൂക്ഷിച്ചോ, അന്നാർ, നരകത്തിനെ സൂക്ഷിച്ചോ. വലൗ ബിശിഖി തംറ, ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും സദഖ ചെയ്യാൻ ഒന്നും അവന്റെ കൈവശമില്ല, ഒന്നുമില്ല. ഒരു കാരക്ക ഈത്തപ്പഴം അനേകം ചീന്തുകളാക്കി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈത്തപ്പഴം അനേകം ചീന്തുകളാക്കി. ഒരു ചീന്ത് സദഖ ചെയ്യാനേ അവന് കഴിവുള്ളൂ. എങ്കിൽ തള്ളിക്കളയണ്ട, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുന്നത്.
ഒരു ഹസനത്ത് ചെറുതെന്ന് ഒരാളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലാണ്, ഒരു മുത്തഅല്ലിമീന്റെ ഭക്ഷണ ചെലവ് ഏറ്റെടുക്കലാണ്, ഒരു പള്ളിയിലേക്ക് കുറച്ച് വിറക് കൊടുക്കലാണ്, നമ്മുടെ കൾച്ചറൽ സെന്ററിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കലാണ്, മദ്രസാകരണത്തിന് വേണ്ടി, ദീനിന്റെ മാർഗത്തിൽ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി SYS-ഉം SSF-ഉം മറ്റും നടത്തുന്ന, മുസ്ലിം ജമാഅത്ത് നടത്തുന്ന, മഹല്ല് കമ്മിറ്റി നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങളില്ലേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യലാവാം. ഒന്നും തള്ളണ്ട, ചിലപ്പോ അതുകൊണ്ടാവാം രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, നമ്മൾ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടും. ഞാനും വിചാരണ ചെയ്യപ്പെടും, സയ്യിദ് അവറുകളും വിചാരണ ചെയ്യപ്പെടും, സുലൈമാൻ ഉസ്താദും കാന്തപുര ഉസ്താദും വിചാരണ ചെയ്യപ്പെടും. അവർക്ക് അല്ലാഹു തആല റബ്ബിന്റെ പൊരുത്തത്തിലായി പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് നൽകുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടും. സ്വന്തം വീട്ടിലുള്ള മക്കളെ, സ്വന്തം ഭാര്യമാരെ, സ്വന്തം പെൺമക്കളെ, സ്വന്തം ആൺമക്കളെ ദീനനുസരിച്ച് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മളും കിടക്കേണ്ടി വരും. ഒരു ദിവസം മഗ്രിബിന്റെ ശേഷം 7 തവണ, സുബഹിയുടെ ശേഷവും 7 തവണ ചൊല്ലുന്നൊരു ദിക്റുണ്ട്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. പടക്കനെ പടച്ചവനെ കാക്കണേ നരകത്തിൽ നിന്ന്, രക്ഷപ്പെടുത്തണേ നരകത്തിൽ നിന്ന്. പള്ളി മിമ്പറുകളിൽ വെച്ച് വെള്ളിയാഴ്ചകളിൽ 3 തവണ ചെയ്യുന്ന ഒരേ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിന്ന് കാത്ത് രക്ഷിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുന്നു. അവസാനം നരകത്തിനത്തോട് കാവൽ ചോദിക്കുന്നു. പോരാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി ചൊല്ലേണ്ട എല്ലാ ദിക്റുകളും ചൊല്ലി എല്ലാ ആദാബുകളും പാലിച്ചു. അവസാനം ഖബറിൽ മയ്യിത്തിനെ കിടത്തുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചരിഞ്ഞു കിടക്കുന്നു. നമ്മൾക്കും സുന്നത്തായ കിടത്തം അതാണ്. വീടുകൾ ആ നിലക്ക് ക്രമീകരിക്കണം. വീടുകളിൽ കട്ടിലിടുന്നത് ആ രൂപത്തിലാവണം. നമ്മുടെ നാട്ടിൽ വടക്കു ഭാഗത്തേക്ക് തലവെച്ചുകൊണ്ട് വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ കിടന്നുകൊണ്ട് വലതു കവളിന്റെ ചുവട്ടിൽ വെക്കുന്നു. അല്ലാഹുമ്മ അസ്ലഫ്തു നഫ്സി എന്ന് തുടങ്ങുന്ന ദിക്റിന്റെ ശേഷം റബ്ബിഖിനി, പടച്ചവനെ എനിക്ക് കാവലേകണേ അല്ലാഹ്, നിന്റെ കഠോരമായ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് എനിക്ക് കാവലേകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഉറങ്ങാൻ കിടന്ന അവസരത്തിൽ ഈ ദിക്ർ ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. നമ്മളും ഈ ദുആ ചെയ്യേണ്ടവരാണ്. അറിയാത്തവർ ആ ദുആ എഴുതി വാങ്ങി പഠിക്കേണ്ടവരാകുന്നു. എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, എന്തെല്ലാം നിങ്ങൾ മനഃപ്പാടമാക്കുന്നുണ്ട്. എങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് മുടിഞ്ഞതായ ഈ ദുആകൾ നമ്മൾ ചെയ്താൽ അതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും രക്ഷപ്പെട്ടേക്കാം. ഞാൻ നിർത്തുന്നു. തങ്ങളിരുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നത് ശരിയല്ല. പറയേണ്ട ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല നമ്മുടെ സ്ഥാപനം, നമ്മുടെ മഹല്ലത്ത് അൽഹംദുലില്ലാഹ് പല മഹല്ലുകളെയും അപേക്ഷിച്ചു ഒരു മാതൃകാ മഹല്ലായി ഇവിടെ നടക്കുന്നുണ്ട്. നല്ലൊരു ദർസുണ്ട്, പതിറ്റാണ്ടുകളായി നടക്കുന്ന നല്ലൊരു ദർസുണ്ട്. ഒരു ഹയർ സെക്കൻഡറി മദ്രസയുണ്ട്, +2 വരെയുള്ള മദ്രസയുണ്ട്. മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ തന്നെ മുസ്ലിം സംസ്കാരം പരമാവധി കാത്തു സൂക്ഷിക്കപ്പെടുന്ന, തലമറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന, ഔറത്ത് മറച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളുള്ള നമ്മളെ ബ്രൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. സഹ്റത്തുൽ ഖുർആന്റെ സെന്ററുണ്ട്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വേണ്ടി +2-ഉം ഡിഗ്രിയും എല്ലാം ഉള്ള ഹാദിയ കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാം നടത്തുന്ന ഒരു സക്കിയ ഗാർഡൻ വിമൻസ് അക്കാദമി ഉണ്ട്. മദ്രസകളുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നു. പോരാ, വൈകുന്നേരങ്ങളിൽ ഇശാഇന്റെ ശേഷം 9-9:30 നമ്മുടെ ഈ പള്ളിയിലൊന്ന് വന്നാൽ ഏത് വിശ്വാസിക്കും കൺകുളിർമയേകുന്ന കാഴ്ചയാകുന്നു.
നാട്ടുകാരായ മക്കൾ മഗ്‌രിബിന്റെ മുമ്പായി തൊപ്പി ധരിച്ച് അവരതാ പള്ളിയിലേക്ക് വരുന്നു. അവര് പള്ളിയിലെത്തി ജമാഅത്ത് അവർ വേറെ തന്നെ മഗ്‌രിബ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു. പള്ളിയുടെ മുകളിലേക്ക് കയറുന്നു. അവിടെ വെച്ച് അവർക്ക് മദ്രസാ വിദ്യാഭ്യാസം, മദ്രസയിൽ വെച്ചെടുത്ത പാഠഭാഗങ്ങൾ അതൊക്കെ അവർ പഠിക്കുന്നു. അവർ ഹദ്ദാദ് ചൊല്ലുന്നു, തബാറക ഓതുന്നു. സ്കൂളിൽ അവർ പിന്നോക്കക്കാരായ വിഷയം ഏതെല്ലാം സബ്ജക്റ്റിലാണോ, മാത്സിലാണെങ്കിൽ അങ്ങനെ, ബയോളജിയിലോ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ആണെങ്കിൽ അങ്ങനെ, മറ്റെന്തെങ്കിലും വിഷയം സബ്ജക്റ്റുകളിലാണെങ്കിൽ അതിനുള്ള കോച്ചിങ് അവർക്ക് ലഭിക്കുന്നു. ഇശാ ജമാഅത്തായി നിസ്കരിക്കുന്നു. ആ മക്കൾ തിരിച്ചു പോകുന്നു ഈവനിംഗ് അക്കാദമി. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കൾ അതിൽ ചേരാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി ചേർക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹു തആല മഹല്ല് ജമാഅത്തിന്റെ കീഴിലുള്ള യൂത്ത് വിങ് ഇതിന് ഇനിയും നമ്മുടെ മഹല്ലത്തിന്റെ സാംസ്കാരികമായ ഉണർവിന് വേണ്ടി, അഭ്യുന്നതിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല ഒന്നൊന്നായിട്ട് നമുക്ക് നടപ്പാക്കണം. നിങ്ങളൊക്കെ ഇതുവരെ സഹകരിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഈ മുതഅല്ലിമീങ്ങളെ പോറ്റുന്നതിന് 3.5-4 ലക്ഷം മാസാന്തം ചെലവ് വരുന്ന കാര്യത്തിന് പ്രധാനമായും ഈ നാട്ടുകാർ തന്നെയാകുന്നു. അക്കൂട്ടത്തില് അൽഹംദുലില്ലാ നമ്മുടെ തൈക്കറ്റ് ഇബ്രാഹിം ഹാജിയെ പോലെയുള്ള, ടി.എൻ. അബ്ദുല്ലാജിയെ പോലെയുള്ള മറ്റു പലരും അൽഹംദുലില്ലാ അവരുടെ കഴിവനുസരിച്ച് മാസാന്തം നമുക്ക് സഹായിക്കുന്നുണ്ട്. നാട്ടിലും മറുനാട്ടിലുമുള്ള എത്രയോ ആളുകൾ മുതഅല്ലിമീങ്ങളുടെ വാർഷിക ചെലവ് 15,000 രൂപ ഏറ്റെടുത്തവരുണ്ട്. ഇന്നും അൽഹംദുലില്ലാ ഒരു ഉമ്മ ആരും അറിയരുതെന്ന് കരുതിയിട്ട് 10,000 രൂപ കൊടുത്ത് മുതഅല്ലിമിന്റെ ചെലവിനൊക്കെയാണ്. മറ്റൊരു ഉമ്മ 7,500 6 മാസത്തെ ചെലവാണ്. മരണപ്പെട്ട ഉപ്പയ്ക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, പല ആവശ്യം അറിയിച്ചുകൊണ്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും മാസാന്തം വരിശങ്ക തരുന്നവരുണ്ട്. യുഎഇയിൽ വെച്ച് 150-ഉം 100-ഉം തരുന്നവരുണ്ട്. ഖത്തറിൽ വെച്ചും അതുപോലെയുണ്ട്. ബഹ്റൈൻ 20-ഉം 10-ഉം 5-ഉം തരുന്നവരുണ്ട്. 1-ഉം 2-ഉം ദീനാറുകൾ തരുന്നവരുണ്ട്. ഖത്തറും ബഹ്റൈനിലെ ദീനാറ് ചെറിയ വ്യത്യാസം പറഞ്ഞത്. ഖത്തറിലെ 100-ഉം ബഹ്റൈനിലെ 10-ഉം തുല്യമാണ് ഏകദേശം. അങ്ങനെയെല്ലാം സഹായിക്കും. നാട്ടിൽ നിന്ന് എല്ലാ ഉമ്മമാരും മത്സരിച്ച് മുതഅല്ലിമീങ്ങളോട് ചോദിക്കാറുണ്ട്, സ്പെഷ്യൽ ഫുഡ് എഴുന്ന അവിടുന്ന് കിട്ടുക, അതികൂടുതൽ എഴുന്ന കിട്ടുക, നമ്മൾ നാട്ടിൽ നിന്നോ വിടുന്നു. അപ്പൊ ഉച്ചക്ക് സ്പെഷ്യല്, രാത്രി സ്പെഷ്യല്, പിറ്റേന്ന് ഉച്ചക്ക് സ്പെഷ്യല്. ആളുകൾ മത്സരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മുടെ മുതഅല്ലിമീങ്ങളെ പോറ്റാൻ ഞാൻ പറയാറുണ്ട്, പുതിയാപ്പളമാരെ നോക്കുന്നത് പോലെ മുതഅല്ലിമീങ്ങളെയും ഉസ്താദുമാരെയും നോക്കുന്ന ഒരു നാട്. അത് ഇന്ന് തുടങ്ങിയതല്ല. ഞാൻ 50 കൊല്ലം മുമ്പ് ചിന്തിക്കാറുണ്ട്, 100-150 മുതഅല്ലിമീങ്ങളുണ്ടെങ്കിൽ അന്ന് ക്യാൻറ്റീനൊന്നും ഇല്ലല്ലോ. ഇന്ന് നാട്ടുകാരെല്ലാവരും ഏറ്റെടുക്കും. കാരണം എന്നോട് പള്ളിയിൽ എന്തോ ബുക്കിങ്ങാ, ഒരാളെ എനിക്ക് തരണം, ഇപ്പം ആരും ഇല്ലല്ലോ. ഇന്ന് റമളാന്റെ ശേഷം ഒരു കുട്ടി നിൽക്കാറ്. ചില വീടുകൾ 4-5 മുതഅല്ലിമീങ്ങൾ ഒന്നിച്ച് നീങ്ങാ ഭക്ഷണം കഴിക്കാൻ. ആർക്കും ഒരു പ്രയാസമില്ല. ഇങ്ങനത്തെ നാട് കാണൽ അത്യപൂർവമാണ്. മഴനില്ല ഖലീൽ തങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത പ്രദേശത്തൊന്നും ഉണ്ടാവില്ല. അന്നലൊക്കെ സഹകരിക്കുന്നവരാണ്. ഇവർക്കൊക്കെ എന്താ ചെയ്യാ ഞങ്ങള്? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും വന്ന് നോക്കൂ. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് നമ്മുടെ പള്ളിയിലെത്തിയാൽ മുതഅല്ലിമീങ്ങൾ ഒന്നിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന കാഴ്ച കാണാം. തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബഹി വൈകിയതായതുകൊണ്ട് 6 മണിക്ക് ക്ലാസ് തുടങ്ങണ്ടേ, വേഗത്തിൽ സംസ്കാരം കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ചൊല്ലി അവര് രാവിലത്തെ കട്ടൻ ചായം കുടിച്ച് വേഗം ക്ലാസ്സിലേക്ക് നീങ്ങുന്നു. അൽഹംദുലില്ലാ. ബാക്കി ഇൻഷാ അല്ലാഹു തആല മറ്റുള്ളവർ പറയും. നമുക്ക് ഈ വർഷം അനേകം രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് 7ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നൽകാമെന്നൊരു ചിന്തയുണ്ട്. താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടണം. ദർസിലേക്ക് ഒരു സഹോദരി ഒരു മോതിരം തന്നിട്ടുണ്ട്. മറ്റൊരു സഹോദരി ഇന്നലെ ഏകദേശം അരപ്പവൻ, കാപ്പമില്ലധികം ഉണ്ട്, അവൻ അരപ്പവനോളം തൂക്കമുള്ള മറ്റൊരു സ്വർണ്ണാഭരണം തന്നിട്ടുണ്ട്. ഒരാൾ 25,000 നേരത്തെ 1.25 ഓഫർ ചെയ്ത ആൾ 25,000 മുന്നേ തന്നിട്ടുണ്ട്. മറ്റൊരാൾ 50,000 അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ 25,000 വേറൊരുത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 5 ലക്ഷവും 2.5 ലക്ഷവും 2 ലക്ഷവും 1 ലക്ഷവും 50,000-ഉം 70,000-ഉം 25,000-ഉം 10,000 ഒക്കെ തന്നിട്ടുണ്ട്. ചില സഹോദരിമാർ വളരെ പ്രയാസപ്പെടുന്ന ആള് അവരും കൊടുത്തയക്കുന്നുണ്ട്. ചെറുതും വലുതുമായ സംഘം. അവർക്കൊക്കെ എന്താ ചെയ്യാ? ഈ പറഞ്ഞതുപോലെ ഒരു മജ്ലിസിലും നിങ്ങളെ മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാതെ ഒരൊറ്റ ദിവസം ദർസ് തുടങ്ങൂല.
അവർക്ക് വേണ്ടി യാസീൻ ഓതുന്നു, ഖത്മ് നടത്തുന്നു. ഇന്നും അൽഹംദുലില്ലാഹ് ഖത്മ് ഓതിയിട്ടുണ്ട് മുത്താലിമുകളെല്ലാവരും കൂടിക്കൊണ്ട്. ഇത്യാദി എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ഉസ്താദുമാർ ഉൾപ്പെടെ അവരെല്ലാവരും ജാമിയത്തിൽ നിന്നൊക്കെ നേതാക്കളിൽപ്പെട്ടവരാണ് ഇവർ. അവരൊക്കെ എല്ലാ മജ്ലിസും നമ്മളെ പോലൊന്നും അല്ലല്ലോ, ഒരു നിത്യം 5, 6, 8 മജ്ലിസുകളല്ലേ തങ്ങളുടെ സ്ഥലത്ത്. അസ്മാൽ ബദ്ർ വളരെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൊടുക്കും. അസ്മാൽ ബദ്ർ മജ്ലിസ് എല്ലാ ആഴ്ചയും നടക്കുന്നുണ്ട്. അവിടെ വെച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സമയം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങളെ സാദരം നസീഹത്തിനും ദുആക്ക് നേതൃത്വം നൽകാനും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.